ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പുതിയതല്ല. എന്നാൽ ഈ നിയമത്തിൽ വരുത്തുവാൻ പോകുന്ന ഭേദഗതികൾ കൊണ്ടാണ് ഇപ്പോൾ ഇത് ചർച്ചയാവുന്നത്. ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് വേനൽക്കാല സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസാക്കുവാൻ തീരുമാനിച്ച ഈ ഭേദഗതി പിന്നീടത്തേക്ക് മാറ്റിവെച്ചു. കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്ന തിരഞ്ഞെടുപ്പ് പരിഗണിച്ചാണ് ബില്ല് മാറ്റിവെച്ചത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ പ്രതിപക്ഷം സകല അംഗങ്ങളെയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ഈ ബില്ലിനെതിരെ സർവ്വശക്തിയും എടുത്ത് പ്രതിരോധിക്കുവാൻ തയ്യാറെടുത്തു വന്ന ദിവസമാണ് മുന്നറിയിപ്പ് കൂടാതെ ഈ ബില്ല് പിന്നിടത്തേക്ക് മാറ്റിവെച്ചത്. പ്രതിപക്ഷ എംഎൽഎമാർ അധികമില്ലാത്ത സമയത്ത് ബില്ല് അവതരിപ്പിക്കാനുള്ള ശ്രമമാണെന്ന ആക്ഷേപം ഉണ്ട്. അത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇപ്പോൾ ബില്ല് അവതരിപ്പിച്ചില്ലെങ്കിലും അടുത്ത സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കുവാൻ ഉള്ള ശേഷി സർക്കാരിനുണ്ട്. ലോകം ഒരു അന്താരാഷ്ട്ര വിപണിയായി മാറിയിരിക്കുന്ന ഈ കാലത്താണ് FCRA നിയമം കൂടുതൽ ശക്തമാക്കുന്നത് എന്ന് ഓർക്കണം. കാരണം കയറ്റുമതിയിലൂടെയും വിദേശത്തേക്ക് സേവനങ്ങൾ നൽകുന്നത് വഴിയും എത്തുന്ന പണം നമ്മുടെ രാജ്യത്തിന് സാമ്പത്തിക സ്ഥിരത നൽകുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. അതേപോലെ വിദേശത്ത് നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവിടേക്കും പണം ഒഴുകുന്നുണ്ട്. ലോകത്തെ പല രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഉണ്ടാക്കുവാനുള്ള ചർച്ചകൾ എപ്പോഴും നടക്കുന്നുണ്ട്. ചില രാജ്യങ്ങളുമായി ഈ കരാറിൽ ഏർപ്പെടുവാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ വിദേശത്ത് നിന്ന് സംഭാവനകൾ സ്വീകരിക്കാൻ കഴിയില്ല എന്ന നിയമം കാലഹരണപ്പെട്ടതാണ്. ഈ നിയമം പുതിയതല്ല. 1976 ഈ നിയമം ഉണ്ടായത്. അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ വിദേശ സാമ്പത്തിക സഹായങ്ങൾ നിർത്തുവാൻ തയ്യാറാക്കിയ നിയമമാണിത്. എന്നാൽ 2010 ഈ 1976 നിയമം അസാധുവാക്കി പുതിയ FCRA നിയമം ഉണ്ടാക്കി. ദേശീയ താൽപര്യത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനകൾക്ക് സംഭാവനകൾ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ഭേദഗതി ചെയ്തു. 2020 ഈ നിയമം ഭേദഗതി ചെയ്ത് കൂടുതൽ ശക്തമാക്കി. വിദേശ സംഭാവന സ്വീകരിക്കുന്ന സംഘടനകൾക്ക് ആ സംഭാവനയിൽ 20% മാത്രമേ ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് നിയമമുണ്ടായി. ഇത്തരം സംഭാവന സ്വീകരിക്കുന്ന സംഘടനകൾ ഈ ക്രയവിക്രയം നടത്തേണ്ടത് SBIയുടെ ഡൽഹിയിലെ പാർലമെന്റ് ശാഖയിലെ അക്കൗണ്ടിലൂടെയാണ്. ഒരു സംഘടന പണം സ്വീകരിച്ച ശേഷം അത് മറ്റൊരു സംഘടനയ്ക്ക് കൈമാറ്റം ചെയ്യുവാനും അനുവാദമില്ല. 2010 കൊണ്ടുവന്ന നിയമം കൂടുതൽ ശക്തമായി നടപ്പാക്കുവാൻ തുടങ്ങിയത് 2015 മുതലാണ്. അതോടെ പലവിധ സർക്കാർ ഇതര സംഘടനകളുടെ പ്രവർത്തനം നിലച്ചു. കേരളത്തിൽ ഇത് ഏറ്റവും അധികം ബാധിച്ചത് ക്രൈസ്തവ സംഘടനകൾക്കാണ്. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമാണ് കേരളത്തിലെ ക്രൈസ്തവ സംഘടനകൾക്ക് ഏറ്റവും അധികം സംഭാവനകൾ ലഭിച്ചിരുന്നത്. ഇങ്ങനെ സംഭാവനകൾ ലഭിച്ചിരുന്ന സംഘടനകളിൽ ഭൂരിഭാഗവും അനാഥാലയങ്ങളും സ്കൂളുകളും വയോജന പരിപാലന കേന്ദ്രങ്ങളുമായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം സൗജന്യമായി അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ നൽകുവാനായി ഈ സ്കൂളുകൾക്ക് കഴിഞ്ഞിരുന്നു. മികച്ച സൗകര്യത്തിൽ അനാഥാലയങ്ങൾ നടത്തി കുട്ടികളെ വളർത്തി അവർക്ക് വിദ്യാഭ്യാസം നൽകി ജോലി നേടുന്നത് വരെ സംരക്ഷിക്കുവാനും ഇവർക്ക് കഴിഞ്ഞിരുന്നു. വയോജനങ്ങൾക്ക് സ്വസ്ഥമായ വാസസ്ഥലം ഒരുക്കുവാനും കഴിഞ്ഞിരുന്നു. ഈ സ്ഥാപനങ്ങളിൽ വിവിധ മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ജോലി ചെയ്യുവാനും കഴിഞ്ഞിരുന്നു. ശരിക്കും അമേരിക്കൻ സർക്കാർ ഈ സംഭാവന നൽകിയിരുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. സാധാരണക്കാരായ അവിടുത്തെ ക്രൈസ്തവ വിശ്വാസികളായ ഒരു ചെറിയ പങ്ക് ആളുകൾ ഇന്ത്യയിലുള്ള ഇത്തരം സ്ഥാപനങ്ങളിലുള്ള ഒരു കുട്ടിയെ അല്ലെങ്കിൽ 2 കുട്ടികളെ സ്പോൺസർ ചെയ്ത് എല്ലാ മാസവും അവരുടെ പേരിൽ പണം അയക്കുകയാണ് ചെയ്തു വന്നിരുന്നത്. ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഈ ബലഹീനരായവരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന് ചെയ്യുന്നുവെന്ന്. ഈ വാക്യം അവർക്ക് അനുഗ്രഹമാകുവാനാണ് അവരുടെ വരുമാനത്തിൽ ഒരു പങ്ക് ഇങ്ങനെ സാധുക്കളായ ആളുകൾക്ക് വേണ്ടി അയക്കുന്നത്. എന്നാൽ 2015 മുതൽ ഈ നിയമം കൂടുതൽ ശക്തമായി നടപ്പാക്കുകയും വിദേശ സംഭാവനയെ ആശ്രയിച്ച് മുന്നോട്ട് പോരുന്ന സംഘടനകൾ പൂർണ്ണമായി നിർത്തേണ്ടി വരികയും ചെയ്തു. ഇതോടെ ഈ സംഭാവന ചെയ്തു വന്നിരുന്നവർ അവരുടെ സഹായം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും മറ്റും അയക്കുവാനും തുടങ്ങി. അതോടെ ഇന്ത്യയിൽ കുറഞ്ഞ ഫീസ് ഈടാക്കി വിദ്യാഭ്യാസം നൽകിയിരുന്ന സ്കൂളുകൾക്ക് നിലനിൽക്കുവാൻ കഴിയാതെ വന്ന് ഫീസ് കുത്തനെ ഉയർത്തേണ്ടതായി വന്നു. വിദേശ സഹായത്തോടെ പ്രവർത്തിച്ചു വന്നിരുന്ന സംഘടനകൾ മിക്കതും 2015 മുതൽ പൂട്ടിപ്പോയി. അനാഥാലയങ്ങൾ പലതും അവിടെയുള്ള കുട്ടികളെ നിലനിർത്തി പുതിയ അഡ്മിഷനുകൾ എടുക്കാതെ കുട്ടികൾ വളർന്ന് അവിടെ നിന്ന് മാറുന്നതനുസരിച്ച് അടച്ചു പോന്നു. ഇന്ന് വിദേശ സംഭാവനകൾ സ്വീകരിച്ചു പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സംഘടനകൾ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഫോറിൻ കോൺട്രിബ്യൂഷൻ കണ്ടെത്തുവാനും ആ പണം മുഴുവനും സർക്കാരിന് ഏറ്റെടുക്കുവാനും ഇന്ന് കഴിയും. എന്നിട്ടും FCRA നിയമത്തെക്കുറിച്ച് ആശങ്കയുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് സംശയം നിങ്ങൾക്കുണ്ടാകും. ഇപ്പോൾ നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതിയിലൂടെ ഇതുവരെയുള്ള നിയന്ത്രണത്തിന് പുറമെ വിദേശ സഹായം ഒരിക്കലെങ്കിലും സ്വീകരിച്ച സംഘടനകളെ തന്നെ പിടിച്ചെടുക്കുവാനുള്ള അധികാരം സർക്കാരിന് ലഭിക്കും. ഇപ്പോഴുള്ള വിദേശത്തു നിന്നുള്ള സംഭാവന സ്വീകരിക്കുന്ന ക്രയവിക്രയങ്ങൾ കണ്ടെത്തിയാൽ മാത്രമല്ല ഈ നടപടി നേരിടേണ്ടി വരുന്നത്. മുൻപ് വിദേശ സംഭാവന സ്വീകരിച്ചിരുന്ന സംഘടനകളുടെ അക്കൗണ്ടിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ പോലും അവ പിടിച്ചെടുക്കുവാൻ സർക്കാരിന് നിയമ അവകാശം നൽകുന്ന ഭേദഗതിയാണ് അവതരിപ്പിക്കുവാൻ പോകുന്നത്. ഇന്ന് നാം കാണുന്ന ഈ വികസന ചുറ്റുപാടുകളൊന്നുമല്ല കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്.
സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇവിടെ പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടായിരുന്ന കാലത്ത് സർക്കാർ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുവാൻ നടത്തിയ യജ്ഞങ്ങൾക്ക് ഒപ്പം വിദേശ സംഭാവനകൾ അതിന് കൈത്താങ്ങ് ആയിരുന്നു. ഈ സംഭാവനകളുടെ പ്രയോജനം മതവിഭാഗങ്ങൾക്ക് അതീതമായി നിരവധി ആളുകളിൽ എത്തിയിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങൾ പുലർന്നിട്ടുണ്ട്. എന്നാൽ സുസ്ഥിരത കൈവരിച്ച ഈ രാജ്യത്ത് അധികാരം നേടിയവർ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം നടപ്പാക്കുവാൻ ഈ നിയമത്തെ കൂടുതൽ ശക്തമാക്കി അതിനെ ഭേദഗതി ചെയ്ത് കൂടുതൽ ഈ സംഘടനകളെ വലിച്ചു മുറുക്കി ഞെരുക്കാനാണ് ശ്രമിക്കുന്നത്. ഈ നിയമ ഭേദഗതിയെ കുറിച്ച് സർക്കാർ പറയുന്ന ന്യായം വിദേശ സഹായമുള്ള ഭീകര സംഘടനകളെ ഇല്ലാതാക്കുവാൻ ലക്ഷ്യമിടുന്നതാണ് ഇതെന്നാണ്. അത് സത്യമായിരിക്കും. കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എന്നാൽ സർക്കാരിന് ഇതിനെക്കുറിച്ച് അറിയാനുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉണ്ട്. ലോകവ്യാപകമായി ഭീകരവാദം ഒരു ഭീഷണിയായി വരുമ്പോൾ അവയെ തടയേണ്ടത് നമ്മുടെ രാജ്യത്തിനും അനിവാര്യമാണ്. പക്ഷെ നാം മനസ്സിലാക്കുന്ന ഭീകര സംഘടനകൾ മാത്രമാണോ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം അറിയില്ല. ഏതു നിയമവും അവരുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിനു വേണ്ടി വഴിമാറും എന്നതിന് ഉദാഹരണമാണ് ഉത്തർപ്രദേശിലെ നിർബന്ധിത മതപരിവർത്തന നിയമം. സമാധാനപരമായി പ്രവർത്തിച്ചു വരുന്ന ക്രൈസ്തവ സംഘടനകൾ പുരോഹിതന്മാരെയും പാസ്റ്റർമാരെയും ദിനം പ്രതി ജയിലുകളിൽ അടച്ചു വരികയാണ്. അവിടെ ഗോത്ര വിഭാഗങ്ങളിലെ വിവേചനങ്ങളും അടിച്ചമർത്തലുകളും മൂലം ആ വ്യത്യാസങ്ങൾ ഇല്ലാത്ത ക്രൈസ്തവർക്കൊപ്പം ആളുകൾ ചേരാറുണ്ട്. എന്നാൽ ഇതിനിടയിൽ ദുരുദ്ദേശത്തോടെ ചില ആളുകൾ ക്രൈസ്തവാലയങ്ങളിൽ ചെല്ലുകയും നിർബന്ധിത മതപരിവർത്തനം നടത്തുവാൻ ശ്രമിച്ചു എന്ന് പരാതി നൽകുകയും ചെയ്യും. ഇത്തരത്തിലൊരു പരാതി ലഭിക്കുന്ന ഉടനെ തന്നെ അതിന് പിൻപിലുള്ള സാഹചര്യങ്ങൾ ഒന്നും വിലയിരുത്താതെ തന്നെ ആ പുരോഹിതനെ ജീവകാലം മുഴുവനും ജയിലിലടയ്ക്കും. മതപരിവർത്തന നിയമം പോലും പക്ഷപാതപരമാണ്. ഭൂരിപക്ഷ സമുദായത്തിലേക്ക് നിർബന്ധിത മതപരിവർത്തനം നടത്തുവാൻ ശ്രമിച്ചെന്ന പരാതിക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ ഓരോ നിയമങ്ങളും കുരുക്കിടുന്നത് പ്രത്യേക വിഭാഗങ്ങളെ മാത്രമാണ്. ലോകം കൂടുതൽ സ്വതന്ത്ര ചിന്താഗതികളിലേക്ക് മാറുമ്പോൾ ഇടുങ്ങിയ സാഹചര്യം രൂപപ്പെടുത്തുവാനും ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുന്നതുമായ നിയമങ്ങളും അതിനെ ശക്തമായി നടപ്പാക്കുന്ന പ്രവണതയുമാണ് ഇവിടെ കണ്ടുവരുന്നത്. എല്ലാവർക്കും സമാധാനപരമായി ജീവിക്കുവാൻ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ദേശത്ത് സമാധാനം ഉണ്ടാകും. എന്നാൽ അടിച്ചമർത്തൽ അനുഭവിക്കേണ്ടി വരുമ്പോഴാണ് പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ടാകുന്നത്. ഒരു കാലത്ത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സ്വാതന്ത്ര്യ സമര പോരാളികൾ പോരാടിയതുപോലെ അടിച്ചമർത്തൽ അനുഭവിക്കേണ്ടി വരുന്ന കൂട്ടർ ആരായാലും ജീവൻ നൽകി പോരാടുവാനായി മുൻപോട്ട് ഇറങ്ങേണ്ടി വരും. FCRA നിയമം ക്രൈസ്തവരെ ബാധിക്കുമോ എന്ന വിഷയം അടിസ്ഥാനമാക്കിയാണ് ഞാൻ സംസാരിച്ചത്. ഈ നിയമത്തിന് ഒരു നല്ല വശം ഉണ്ട്. എന്നാൽ നിലവിൽ കണ്ടുവരുന്ന രീതിയിൽ ഇതിലെ വ്യവസ്ഥകൾ ഉപയോഗിച്ച് മുൻകാല കണക്കുകൾ എന്നിവ പരിശോധിച്ച് സർക്കാരിന് ഈ സംഘടനകളെ പിടിച്ചെടുക്കുവാൻ കഴിയും. അതൊരു മതസ്ഥാപനമാണെങ്കിൽ പിടിച്ചെടുത്താൽ അതിന്റെ രക്ഷാധികാരിയായി സർക്കാർ നിശ്ചയിക്കുന്ന ആൾ വരികയും അവരുടെ ആജ്ഞപ്രകാരമുള്ള കാര്യങ്ങൾ അതിന് കീഴിലുള്ള സകല ആരാധനാലയങ്ങളിലും നടത്തേണ്ടി വരും. വിശ്വാസ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് ആശങ്കയുണ്ട്.